Hi everybody. SEC Contemporary Language Skills for Sciences, Semester 4, University of Calicut. So today in this paper we are going to discuss the chapter What's Expected of Us. What's Expected of Us is a beautiful chapter written by Ted Chiang. ടെഡ് ചിയാങ് എന്ന് പറയുന്നത് നോട്ടബിൾ ആയിട്ടുള്ള അമേരിക്കൻ സയൻസ് ഫിക്ഷൻ റൈറ്ററാണ്. സോ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് വാട്ട്സ് എക്സ്പെക്റ്റഡ് ഓഫ് അസ്. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. സി ഫസ്റ്റ് ഓഫ് ഓൾ ദ പ്രഡിക്റ്റർ ഡിവൈസ് എന്നാണ് സബ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതായത് ദ ടെക്സ്റ്റ് ഇൻട്രൊഡ്യൂസസ് എ ഡിവൈസ് കോൾഡ് ദ പ്രഡിക്റ്റർ. പ്രഡിക്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. ഇറ്റ്സ് എ സ്മോൾ മെഷീൻ, ഒരു ചെറിയൊരു മെഷീനാണത്, വിത്ത് എ ബട്ടൺ ആൻഡ് ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ഒരു ബട്ടണും ഒരു ഗ്രീൻ ലൈറ്റും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു മെഷീനാണ് ഈ പ്രഡിക്റ്റർ എന്ന് പറയുന്നത്. ദ ലൈറ്റ് ഫ്ലാഷസ് 1 second ബിഫോർ ദ ബട്ടൺ ഈസ് പ്രസ്ഡ്. നമ്മൾ ആ ഒരു മെഷീനിൽ ബട്ടൺ പ്രസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൻ്റെ മുന്നോടിയായി 1 second മുന്നേ തന്നെ അതിലുള്ള ആ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ബട്ടണിലാക്കി അമർത്താൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സെൻസർ ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രീൻ ലൈറ്റ് ഫ്ലാഷ് ചെയ്യപ്പെടുന്നു. നോ വൺ ക്യാൻ പ്രസ് ദ ബട്ടൺ വിത്തൗട്ട് ദ ലൈറ്റ് ഫ്ലാഷിംഗ് ഫസ്റ്റ്. അപ്പോൾ ഇത് ഒരു അതിശയമുണ്ടാക്കുന്നു. ആ സമയത്ത് ബട്ടണിലേക്ക് അമർത്താൻ വേണ്ടി പോകുകയാണ്, പക്ഷേ ആ അമർത്താനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രീൻ ലൈറ്റ് തെളിയുന്നു. അപ്പോൾ അതിന് മുന്നേ ഈ ബട്ടൺ, ആ ഗ്രീൻ ലൈറ്റ് തെളിയുന്നതിന് മുന്നേ ഈ പറയുന്ന ബട്ടണിൽ അമർത്താനായിട്ടായിരിക്കും പറ്റുന്നില്ല. മീനിങ് ഓഫ് ദ പ്രഡിക്റ്റർ. അപ്പോൾ ഇത് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്, ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്, അത് കുറേയധികം അർത്ഥങ്ങൾ തരുന്നുണ്ട് നമുക്ക്, അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. നോക്കാം. മീനിങ് ഓഫ് ദ പ്രഡിക്റ്റർ. ദ പ്രഡിക്റ്റർ ഷോസ് ദാറ്റ് ആക്ഷൻസ് ഹാപ്പൻ ബിഫോർ വി ഡിസൈഡ് ദം. അതായത് ഇതൊരു സയൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഒരു സയൻസ് ആണെങ്കിൽ പോലും, ഒരു ഫിലോസഫി കൂടി മെർജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. ദ പ്രഡിക്റ്റർ ഷോസ് ദാറ്റ് ആക്ഷൻസ് ഹാപ്പൻ ബിഫോർ വി ഡിസൈഡ് ദം. അതായത് നമ്മളൊരു കാര്യം, നമ്മൾ പറയാറില്ലേ, ഒരു കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് അത് നടന്നു കഴിഞ്ഞു എന്ന് പറയാറില്ലേ, ആ സംഭവമാണ്. ദ പ്രഡിക്റ്റർ ഷോസ് ദാറ്റ് ആക്ഷൻ ഹാപ്പൻ, അതായത് പ്രവൃത്തി അവിടെ നടക്കും, ബിഫോർ, മുമ്പേ തന്നെ, വി ഡിസൈഡ് ദം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മളുടെ തോട്ട് പ്രോസസ്സിലേക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ ആ ആക്ഷൻ അവിടെ നടക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ഒരു മെഷീൻ. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ഹ്യൂമൻ ആക്ഷൻസ് ആർ ഓൾറെഡി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. മനുഷ്യരുടെ പ്രവൃത്തികൾ, ആക്ഷൻ അതല്ലെങ്കിൽ ഡീഡ്സ് എന്ന് പറയുന്നത്, അതൊക്കെ ആൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യമാണ്, അഡ്വാൻസ് ആയിട്ട് തന്നെ ഡിസൈഡ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആരുടെയോ ഒരു പാവ പോലെ നമ്മൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു. അപ്പോൾ ആ ചെയ്യുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടായിട്ടല്ലേ അത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ് എടുക്കണം എന്നുള്ള തോട്ട് അതല്ലേ എനിക്ക് ആദ്യം ഉണ്ടാകുന്നത്. ആ തോട്ടിന് ശേഷമാണല്ലോ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട്, അതല്ലെങ്കിൽ ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് തന്നെ ആരോ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ എവിടെയോ കുറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നൊരു ഫിലോസഫി. അതായത് അതിനെ ഈ റിലീജിയനിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിനെ ദൈവമായിട്ടും വിധി, ഫെയ്റ്റായിട്ടൊക്കെ പറയാറുണ്ട്. അതായത് നമുക്ക് ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതൊക്കെ അഡ്വാൻസ് ആയിട്ട് ആൾറെഡി എഴുതപ്പെട്ടവയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തികളും ആൾറെഡി എഴുതപ്പെട്ടവയാണ്, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു, ദാറ്റ്സ് ഓൾ എന്ന് പറയുന്നൊരു ഫിലോസഫിയൊക്കെ ഉണ്ട്. റിലീജിയൻ കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഫിലോസഫിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ സയൻസും കൂടി മെർജ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യപ്പെടുന്നത്. The predictor shows that actions happen before we decide them. It proves that human actions are already decided in advance. This means free will does not truly exist. ഇവിടെ ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത് സ്വതന്ത്ര ഇച്ഛാശക്തി എന്നാണ്. സോ ഫ്രീ വിൽ ഡസ് നോട്ട് ട്രൂലി എക്സിസ്റ്റ്. അപ്പോൾ സ്വതന്ത്ര ഇച്ഛാശക്തി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ.
ഫ്രീ വിൽ ആസ് ആൻ ഇല്യൂഷൻ. അപ്പോൾ ഈ ഒരു ഫ്രീ വിൽ എന്ന് പറയുന്നത്, അതായത് ഈ സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ ഒരു മിഥ്യയായിട്ടാണ് കാണിക്കുന്നത്. ഫിലോസഫേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ഹാവ് ലോങ് സെറ്റ് ഫ്രീ വിൽ ഈസ് ആൻ ഇല്യൂഷൻ. ഫിലോസഫേഴ്സും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഫ്രീ വിൽ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഇല്യൂഷൻ മാത്രമാണ്, ഒരു മിഥ്യ മാത്രമാണ്. പക്ഷേ പീപ്പിൾ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദിസ് ഐഡിയ ഫുള്ളി ബിഫോർ. അപ്പോൾ ജനങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ അവർ ഫുള്ളി സ്വീകരിച്ചിരുന്നില്ല. കാരണം അവർക്കത് ഡൈജസ്റ്റ് ആയിരുന്നില്ല. അതെങ്ങനെ നടക്കും? അതെങ്ങനെ? കാരണം സ്വതന്ത്ര ഇച്ഛാശക്തി, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യം അത് ഞാനല്ലേ ചെയ്യുന്നത് എന്ന് പറയുന്ന സംഭവം ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഫിലോസഫേഴ്സും സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞൊരു സംഭവം ഈ ഫ്രീ വിൽ, സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് സംഭവം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം വേറെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫ്രീ വിൽ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ഞാൻ ചെയ്യണമെങ്കിൽ ആദ്യം അത് എൻ്റെ മൈൻഡിലേക്ക് വരണം. എനിക്ക് ക്ലാസ് എടുക്കണമല്ലോ, എനിക്ക് ക്ലാസ് എടുക്കണം എന്നുള്ള സംഭവം മൈൻഡിലേക്ക് വരണം. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നത് എൻ്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തി അനുസരിച്ച് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ട് മാത്രമല്ല. ചിലപ്പോൾ അത് ആരെങ്കിലും പറയാം. ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് ചില സമയത്ത് വാട്സപ്പിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കമൻറ്റ് ബോക്സിലൊക്കെ ടെക്സ്റ്റ് ചെയ്തിട്ട് അവർ പറയാറുണ്ട്, ഇതിൻ്റെ ക്ലാസ് ഇടുമോ, അതല്ലെങ്കിൽ എന്താ ഇപ്പോൾ ക്ലാസ് ഇടാത്ത സർ, ഒന്ന് ക്ലാസ് അയക്കാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് ഒന്ന് ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ഇതിൻ്റെ ക്ലാസ് ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ വിചാരിക്കാം എന്നാൽ പിന്നെ ഒരു ക്ലാസ് ഇടാമല്ലേ, അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ് ഇടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫ്രീ വില്ലല്ല, നമ്മുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിക്ക് അനുസരിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബാക്കി നോക്കാം. ഇത് കുറച്ച് ഫിലോസഫി കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള സംഭവമാണ് കേട്ടോ ഇത്. ദെൻ ദ പ്രഡിക്റ്റർ ഗീവ്സ് പ്രാക്ടിക്കൽ പ്രൂഫ് ഇൻസ്റ്റെഡ് ഓഫ് തിയറി. അപ്പോൾ ഈ പ്രഡിക്റ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടല്ലോ, അതൊരു പ്രൂഫാണ്, ഒരു പ്രൂഫ് നൽകുകയാണ്. അതായത് ജസ്റ്റ് തിയറികൾക്ക് പകരം, ഇത് തിയറി അക്സെപ്റ്റ് ചെയ്യാനാണ് ആൾക്കാർക്ക് എപ്പോഴും ബുദ്ധിമുട്ട്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അത് നേരിട്ട് കണ്ട് തൊട്ട് മനസ്സിലാക്കി അറിയുന്ന സമയത്ത് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ പ്രഡിക്റ്റർ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ പ്രൂഫാണെന്ന് പറയുകയാണ്. ഒരു തിയറി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു പ്രാക്ടിക്കൽ പ്രൂഫാണ്. ഹ്യൂമൻ റിയാക്ഷൻ ടു ദ പ്രഡിക്റ്റർ. ഇനി ജനങ്ങളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? പീപ്പിൾ ഫസ്റ്റ് പ്ലേ വിത്ത് ദ പ്രഡിക്റ്റർ ആൻഡ് ട്രൈ ടു ഔട്ട്സ്മാർട്ട് ഇറ്റ്. അപ്പോൾ ആദ്യം ജനങ്ങൾ ഇതുമായിട്ട് കളിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇതിനെ നിസ്സാരമായിട്ട് കണ്ടു. അതായത് ബട്ടൺ അമർത്തുന്നതിന് മുമ്പേ ഈ ലൈറ്റ് തെളിയുമല്ലോ, അപ്പോൾ അവർ അതിന് മുമ്പേ ഈ ബട്ടൺ, അല്ലെങ്കിൽ ഈ ലൈറ്റ് തെളിയുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ ബട്ടൺ അമർത്തിയിട്ട് ലൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇവരുടെ ഒരു ആക്ഷനെ, അല്ലെങ്കിൽ ഇവരുടെ തോട്ട് പ്രോസസ്സിനെ ഫാസ്റ്റാക്കിയിട്ടും, അല്ലെങ്കിൽ ഈ ഒരു മെഷീനെ തോൽപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അവർ കളിച്ചു. പീപ്പിൾ ഫസ്റ്റ് പ്ലേ വിത്ത് ദ പ്രഡിക്റ്റർ ആൻഡ് ട്രൈ ടു ഔട്ട്സ്മാർട്ട് ഇറ്റ്. ആൾ ദെയർ അറ്റംപ്റ്റ്സ് ഫെയിൽ. പക്ഷേ അവരൊക്കെ പരാജയപ്പെടുകയാണ്. സ്ലോലി ദേ റിയലൈസ് ദെയർ ചോയ്സസ് ഡു നോട്ട് മാറ്റർ. അങ്ങനെ അവർക്ക് മനസ്സിലാവണം അവരുടെ ചോയ്സുകളൊന്നും ഒരു കാര്യമേ അല്ല. ലോസ് ഓഫ് മോട്ടിവേഷൻ. സം പീപ്പിൾ സ്റ്റോപ്പ് മേക്കിംഗ് ഡിസിഷൻസ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയ ആൾക്കാർ, അതായത് ഒരു ഫ്രീ വിൽ എന്ന് പറയുന്ന, സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ട് ചെയ്യല്ല. അങ്ങനെ തോന്നാൻ ഘടകങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഒരു സ്വതന്ത്ര ഇച്ഛാശക്തി ഇല്ല എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചില ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവർ ഈ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ നിർത്തി, തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നിർത്തി. ദേ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ആക്ഷൻ ആൻഡ് ലൈഫ്. ചില ആൾക്കാർക്ക് പ്രവൃത്തിയിലും ജീവിതത്തിലുമൊക്കെ ഒരു മടുപ്പ്, അതല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് ഒക്കെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ദേ റിഫ്യൂസ് ടു ആക്ട് ഓൺ ദെയർ ഓൺ വിൽ. അവരുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്ന മേഖലകൾ, അല്ലെങ്കിൽ അവരുടെ ഇച്ഛാശക്തി പരിപോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ റിഫ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഒരു എന്താ പറയുക, എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അതിലുള്ള താല്പര്യം, ഇത് അങ്ങനെ ചെയ്തിട്ടെന്താ എന്നുള്ള രീതിയിലായി. എക്കിനറ്റിക് മ്യൂട്ടിസം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് എക്കിനറ്റിക് മ്യൂട്ടിസം.
ഏത് കണ്ടീഷന്? നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞത്. അതായത് ദ പീപ്പിൾ ദ ലൂസ് ഇൻട്രസ്റ്റ് ഇൻ ആക്ഷൻ ആൻഡ് ലൈഫ്. അവരുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും ഒക്കെ താല്പര്യം നഷ്ടപ്പെടുകയും ആൻഡ് ദ റിഫ്യൂസ് ടു ആക്ട് ഓൺ ദെയർ ഓൺ വിൽ. അവരുടെ സ്വയം അല്ലെങ്കിൽ സ്വന്തം ഇച്ഛാശക്തി, അതായത് ഈ പറയുന്ന സ്വതന്ത്ര ഇച്ഛാശക്തി, അതിലൊരു യാതൊരു ബിലീഫും ഇല്ലാതെ ആ ബിലീഫൊക്കെ നഷ്ടപ്പെട്ട് ഒരു പാരലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അതല്ലെങ്കിൽ ഇൻആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് അക്കിനെറ്റിക് മ്യൂട്ടിസം എന്ന് പറയുന്നത്. അതൊരു കണ്ടീഷനാണ്. ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് അവേക്ക്. ഇപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ വരുന്ന സമയത്ത് അതൊരു കണ്ടീഷനായിട്ട് പറയുന്നുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് അവേക്ക് ആൻഡ് കോൺഷ്യസ്. ഇപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഉണർന്നിരിക്കുകയായിരിക്കും, കോൺഷ്യസ് ആയിരിക്കും, പക്ഷേ ബട്ട് ഡസ് നോട്ട് മൂവ് ഓർ സ്പീക്ക്. സംസാരിക്കുക അല്ലെങ്കിൽ ചലിക്കുകയൊന്നും ചെയ്യില്ല. ബിക്കോസ് ദേ ഹാവ് ലോസ്റ്റ് ദ മോട്ടിവേഷൻ ടു ആക്ട്. അപ്പോൾ അവർക്ക് ഈ പ്രവർത്തിക്കാനുള്ള ആ ഒരു മോട്ടിവേഷന് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു. ഈ ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ദ ടെക്സ്റ്റ് ദ പീപ്പിൾ ഫീൽ ദെയർ ചോയ്സസ് ഡു നോട്ട് മാറ്റർ. അവരുടെ ചോയ്സുകൾ, അവരുടെ ഫ്രീ വില്ല് അതുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും സോ ദേ സ്റ്റോപ്പ് ആക്ടിങ്. അവർ ആക്ഷൻ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത്, അവർ ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുന്നു, അവരുടെ പ്രവർത്തികൾ നിർത്തുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ദ ലോസ് ഓഫ് ബിലീഫ് ഇൻ ഫ്രീ വിൽ. ദ ലോസ് ഓഫ് ബിലീഫ് ഇൻ ഫ്രീ വിൽ ദാറ്റ് ലീഡ്സ് ടു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഇനാക്ടിവിറ്റി. അതിനെയാണ് നമ്മൾ എക്കിനെറ്റിക് മ്യൂട്ടിസം എന്ന് പറയുന്നത്. ദെൻ people can move but lack the desire to act. Many stop eating and must be hospitalized. Predetermination and the warning. എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് ആൾറെഡി പ്രീ ഡിറ്റർമൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഹൂ വിൽ സഫർ ഈസ് ആൾറെഡി ഡിസൈഡഡ്. അതിൽ ആരാണ് സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നടക്കുന്നത് ഇതെല്ലാം ആൾറെഡി ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന റിലീജിയണ്, സയൻസ്, ഫിലോസഫി എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എഴുതിയിട്ടുള്ളത്. ദ റൈറ്റർ സേസ് ഈവൻ ഗിവിങ് ദിസ് വാർണിംഗ് വാസ് നോട്ട് എ ഫ്രീ ചോയ്സ്. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് തന്നെ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെക്സ്റ്റ് തന്നെ അല്ലെങ്കിൽ ഈ ഇതിൽ പറയുന്ന വാർണിംഗ് തന്നെ എന്താണ്? വാസ് നോട്ട് എ ഫ്രീ ചോയ്സ്. അത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം അതല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീ വില്ലിനനുസരിച്ച് എഴുതിയതല്ല എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സംസാരിക്കുകയാണ്. ഇതും ഈ പറയുന്ന വാർണിംഗ് കൂടി നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. അല്ലാതെ ഞാനിപ്പോൾ എൻ്റെ സ്വയം ഇച്ഛാശക്തിക്കനുസരിച്ച് ഞാൻ എഴുതുന്നതല്ല. ദാറ്റ് ഈസ് ആൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതും, ഞാനിപ്പോൾ ഈ പറയുന്ന എഴുത്തുപോലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്.